ഹലോ, നമുക്ക് ചുറ്റും എത്രയോ പക്ഷിമൃഗാദികളുണ്ട്, ജീവികളുണ്ട്. അവരെ പറ്റിയൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് അറിയാനുണ്ട്. ചിലത് ഞാൻ പങ്കുവയ്ക്കട്ടെ. പക്ഷികളിലെ പോലീസുകാരൻ എന്നറിയപ്പെടുന്ന പക്ഷി ആരാന്നറിയാമോ? പക്ഷികളിലെ പോലീസുകാരൻ എന്നറിയപ്പെടുന്നത് കാക്കയാണ്. ഒട്ടും ശബ്ദം ഉണ്ടാക്കാതെ പറക്കാൻ കഴിയുന്നൊരു പക്ഷിയുണ്ട്. ആരാന്ന് പറയാമോ? ക്ലൂ തരട്ടെ. അയാൾക്ക് പകല് കണ്ണ് കാണില്ല. ആരാണ്? ഒട്ടും ശബ്ദം ഉണ്ടാക്കാതെ പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് മൂങ്ങ. ഓക്കെ. പകൽ സമയത്ത് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള പക്ഷി ഏതെന്നറിയാമോ? പകൽ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ളത് കഴുകനാണ്. ഓക്കെ. ഇനി കാലിൽ ചെവിയുള്ളൊരു ജീവിയുണ്ട്. അതാരാന്ന് പറയാമോ? കാലിൽ ചെവിയുള്ള ജീവി ചീവിടാണ്. ചീവിടിന് കാലിലാണ് ചെവി. ഏറ്റവും ചെറിയ മുട്ടയിടുന്ന പക്ഷി ഏതാണെന്നറിയാമോ? ഹമ്മിങ് ബേർഡ് ആണ് കേട്ടോ. ഏറ്റവും ചെറിയ മുട്ടയുള്ളത് ഹമ്മിങ് ബേർഡിനാണ്. കണ്ണ് കാണാനായിട്ട് ഏറ്റവും കാഴ്ചശക്തി ഏറ്റവും കുറവുള്ള പക്ഷി ഏതെന്നറിയാമോ? കിവിയാണ് കാഴ്ചശക്തി ഏറ്റവും കുറവുള്ള പക്ഷി. ഹൃദയസ്പന്ദനം ഏറ്റവും കുറവുള്ള ജീവി ഏതാണെന്നറിയാമോ? ഹൃദയസ്പന്ദനം ഏറ്റവും കുറവുള്ള ജീവി നീലത്തിമിംഗലമാണ്. ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മൃഗം ഏതാണെന്ന് പറയാമോ? ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ആനയ്ക്കാണ്. ഏറ്റവും ഉറക്കെ ശബ്ദം ഉണ്ടാക്കാനായിട്ട് കഴിയുന്നത് ഏത് മൃഗത്തിനാണെന്നറിയോ? ഏറ്റവും ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്നത് സിംഹത്തിനാണ്. ഏറ്റവും ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്നത് സിംഹത്തിനാണ്. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണേ. 100-ലധികം വ്യത്യസ്ത ശബ്ദം ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ഒരു ജീവിയുണ്ട്. ആരാന്ന് പറയാമോ? ആളെപ്പറ്റി ഞാൻ ക്ലൂ തരാം. വളരെ കോമൺ ആയിട്ട് നമ്മളൊക്കെ കാണുന്ന ഒരു കൊച്ചു മൃഗമാണ്. നമ്മുടെ ഒക്കെ പെറ്റായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു മൃഗമാണ്. ഓക്കെ. പലരുടെയും കൂടെ കിടന്നുറങ്ങാൻ ഒക്കെ ഭാഗ്യമുള്ള ഒരു മൃഗമാണ്. ആൾക്കാണ് 100-ലധികം വ്യത്യസ്ത ശബ്ദം ഉണ്ടാക്കാൻ കഴിയുന്നത്. ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ആരാണെന്ന് കമൻറ്റ് ചെയ്തോളൂ.